ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നവംബർ 27 വിശുദ്ധ ബർലാമും ജോസഫാത്തും. 1-ാം നൂറ്റാണ്ടിൽ തോമാസ് ലീഹ ഇന്ത്യയിൽ വന്ന് വേദപ്രചാരം നടത്തി 7 ക്രിസ്തീയ സമുദായങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ ക്രിസ്ത്യാനികളുടെ പല സമുദായങ്ങൾ ഇന്ത്യയിലുണ്ടായി. 4-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഭരണം നടത്തിയ സമയത്ത് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു അബന്നർ. അവിയേനർ എന്നും പറയുന്നുണ്ട്, അബന്നർ എന്നും പറയുന്നുണ്ട്. ഈ അബന്നറിൻ്റെ മകനായിരുന്നു യോസഫാത്ത് എന്നാണ് പറഞ്ഞു വരുമ്പോൾ യോസഫാത്തായി. യോസഫാത്ത്. ഈ ജ്യോത്സ്യർ ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ജാതകം നോക്കിയോ ജ്യോത്സ്യരെ പറഞ്ഞു ഈ കുഞ്ഞ് ക്രിസ്ത്യാനിയായിട്ട് മാറും. അതുകൊണ്ട് ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഈ അബന്നർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അഭിയാൻ എന്ന് പറഞ്ഞ ഈ കുട്ടിയുടെ അപ്പൻ രാജാവ് ബാഹ്യലോകത്തെ ഒറ്റപ്പെടുത്തി സുഖഭോഗങ്ങളുടെ നടുവിൽ വളർത്തുകയാണ്. അത് ഒരു കാരണവശാലും ക്രിസ്ത്യാനി ആകാതിരിക്കാൻ വേണ്ടി. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഈ യോസഫാത്തിന് ഈ ലോകത്തിൻ്റെ ആ സുഖഭോഗങ്ങളും അതൊന്നും താല്പര്യം തോന്നിയില്ല. ലോകത്തിൻ്റെ ദുഃഖങ്ങളും തിരിച്ചറിഞ്ഞ ഈ യോസഫാത്ത് ആധ്യാത്മികമായുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ഒരു രത്നവ്യാപാരിയുടെ വേഷത്തിൽ അവിടെ എത്തിയ ഒരാളാണ് ബർലാം. ആ ബർലാമുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ യോസഫാത്ത് ക്രിസ്ത്യാനായിട്ട് മാറി. ഈ മാറ്റം തടയാനായിട്ട് അങ്ങേറ്റം ശ്രമിച്ചു അപ്പനായ അബന്നർ എന്ന അവിയാനർ. പക്ഷേ അവസാനം ഉണ്ടായത് ഈ ചക്രവർത്തിയും ക്രിസ്ത്യാനിയാകാണ് ഉണ്ടായത്. അങ്ങനെ ഈ മകനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അപ്പൻ ക്രിസ്ത്യാനി തപസ്സനുഷ്ഠിക്കാൻ പോയി. കുറച്ചു കാലം രാജ്യം ഭരിച്ച ശേഷം ഈ യോസഫാത്തും ഒടുവിൽ ചക്രവർത്തി ഭാവം ഉപേക്ഷിച്ച് തപസ്സിൻ്റെ വഴി പിന്തുടർന്ന് മരുഭൂമിയിലെത്തുകയാണ്. അവിടെ തൻ്റെ ഗുരുവായിരുന്ന ബർലാമിന് വീണ്ടും കണ്ടുമുട്ടുന്നു. അങ്ങനെ ഈ ബർലാമിൻ്റെ ആശ്രമത്തിൽ ഈ യോസഫാത്തും ജീവിച്ച് അങ്ങനെ വിശുദ്ധരായി താപസരായി ജീവിച്ച് മരണം പ്രാപിച്ചു. ഇതാണ് ഈ വിശുദ്ധരുടെ കഥ. ഇതിനകത്ത് ഈ കഥ പേർഷ്യയിലേക്കും പേർഷ്യയിൽ നിന്ന് പാശ്ചാത്യ ലോകത്തേക്കൊക്കെ പോയി അങ്ങനെ വളരെ പ്രസിദ്ധമായി. എങ്കിലും ഇതിൻ്റെ ചരിത്രപരമായ വിശദാംശങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് കുറച്ചൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഈ വലിയ വിശുദ്ധരെ കുറിച്ച് പറയുമ്പോൾ അല്പം അതിശയോക്തിയൊക്കെ കലർന്നു വരാലോ. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. വേറൊരു വ്യാഖ്യാനം പറയുന്നത് ഈ ബുദ്ധൻ്റെ കഥ തന്നെ പുതിയ തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ഇതെന്നൊക്കെയാണ്. ഏതായാലും പുണ്യവാന്മാരുടെ പട്ടികയിൽ ഇവർ രണ്ടുപേരുമുണ്ട്, ബർലാമും യോസഫാത്തും ഉണ്ട്. അത് 9-ാം നൂറ്റാണ്ട് മുതലുള്ള പുണ്യവാന്മാരുടെ പട്ടികയിൽ അതുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആ വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ തോമാസ് ലീഗുമായി ബന്ധപ്പെട്ടും ക്രിസ്ത്യാനിയുമായും ബന്ധപ്പെട്ട 2 വിശുദ്ധരുടെ കഥകളാണ് നമ്മൾ പറഞ്ഞത്, ബർലാമും യോസഫാത്തും. എന്തുമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ ചരിത്രപരമായ അംശമുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയില്ലെങ്കിലും ഇത് ഒരു പണ്ട് മുതലേ പുണ്യവാളന്മാരുടെ പട്ടികയിലുള്ളത് കൊണ്ട് അതിൻ്റെ സത്യാത്മകതയെ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 2 വലിയ വിശുദ്ധർ എന്ന് പറയാവുന്നവരാണ് ബർലാമും യോസഫാത്തും. നമ്മൾ ഭാരതത്തിലെ സഭ ഒരുപാട് പീഡിപ്പിക്കപ്പെടുകയും മുഗൾ വംശകാലത്ത് നോർത്ത് ഇന്ത്യയിലുണ്ടായ ക്രിസ്തീയ സമുദായങ്ങൾ മുഴുവൻ നശിപ്പിച്ച് കളയുകയും ചെയ്തു. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ കേരളത്തിലെല്ലാം ഇത്തരം ചിന്തകൾ, അത് എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനികളെ നശിപ്പിക്കണമെന്നുള്ള ചിന്തകൾ മുട്ടിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വല്ലാത്ത പരീക്ഷണ കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധരായി ജീവിച്ച് വിശുദ്ധരായി മരിച്ച് പോകുക മാത്രമല്ല നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വിശുദ്ധരാകുന്ന പ്രക്രിയ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവർ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവർ പ്രഘോഷിക്കുക. ആ പ്രഘോഷണത്തിൽ കുറവ് വന്നു. സ്കൂളുകളും ആശുപത്രികളും ഒക്കെ നമ്മൾ ചെയ്തെങ്കിലും ഈ പ്രഘോഷണത്തിൽ കുറവ് വന്നു എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. അത് തിരുത്താനുള്ള സമയം കൂടിയാണ് നമ്മുടേത്. ഈ വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. അനേകം പേരെ ക്രിസ്തു ധർമ്മത്തിൽ കൊണ്ടുവരാനും ക്രിസ്തു ധർമ്മത്തിലുള്ളവർ ധാരാളം മക്കളെ ജനിപ്പിച്ച് നമ്മുടെ സമുദായത്തിൻ്റെ കാര്യം കൂടി പരിഗണിക്കാനും നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയും സാമ്പത്തിക ഭദ്രതയും മാത്രമല്ല
കുടുംബത്തിൻ്റെ തറവാടിൻ്റെ വലിപ്പം മാത്രമല്ല, നമ്മുടെ സഭയുടെ ഭാവിയും വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ വളരെ സജീവമായിട്ട് ആത്മായ സുഹൃത്തുക്കൾ എല്ലാവരും ചിന്തിച്ച് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ധാരാളം മക്കളെ, ഈ എണ്ണവും പ്രധാനപ്പെട്ടതാണ്, ഗുണവും പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധരായി ജീവിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധിയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ ക്രിസ്തു ധർമ്മത്തിൽ വിശുദ്ധിക്കാനുള്ളവരുടെ എണ്ണം കൂട്ടേണ്ടതും ആവശ്യമാണ്. അത് ഓർമ്മയിൽ ഉണ്ടാകട്ടെ. അങ്ങനെ വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരാൻ സവിശേഷമായി പുതിയ തലമുറ തയ്യാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.